ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. സൈഡ് ഹസൽസ് അല്ലെങ്കിൽ പാസീവ് ഇൻകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സൈഡ് ഹസൽസ് ആണ് ഞാൻ ചെയ്തിട്ടില്ലാത്തത്, ഏതൊക്കെ പാസീവ് ഇൻകമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ പറഞ്ഞു പോകും എന്തായാലും. പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്, എനിക്കും നിങ്ങൾക്കും കുറച്ച് സ്പെഷ്യലാണ്. ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ഞാൻ ഒരു സെഷൻ വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഒരു സംഭവം, ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം അവസാനമൊക്കെ ആകുമ്പോൾ മനസ്സിലാവും. സോ സ്റ്റേ ട്യൂൺഡ്, ലാസ്റ്റ് വരെ കാണുക. 4 സൈഡ് ഹസൽസ് 3 പാസീവ് ഇൻകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് സൈഡ് ഹസൽസും പാസീവ് ഇൻകം എന്ന് പറയുന്നത് സെയിം ആണെന്ന്. ഞാനും ഈ വേർഡ്സ് ഒക്കെ ആദ്യം കേട്ട സമയത്ത് അങ്ങനെ തന്നെയാണ് തോന്നിയത്, രണ്ടും ഒന്നാണെന്ന്. പക്ഷേ രണ്ടും ഒന്നല്ല, രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈഡ് ഹസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേര് പോലെ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ജോബ് ഉണ്ട്, ഒരു മെയിൻ ജോബ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സൈഡായിട്ട് എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സൈഡ് ഹസൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് വേണം. അതായത് നമ്മൾ നല്ല ടൈമും എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടണം. അതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് ജനറേറ്റ് ആവുന്നത്. ഇനി പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. ആദ്യം നമ്മളിത് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള നമ്മളൊരു ടൈമും എഫേർട്ടും ഇടണം. പക്ഷേ വൺസ് ഈ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, പാസീവായിട്ട് ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സൈഡ് ഹസൽ ഫ്രീലാൻസിങ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൈഡ് ഹസൽ ഫ്രീലാൻസിങ് ആണ്. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഫ്രീലാൻസറാണ്. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ജോബിൻ്റെ കൂടെ തന്നെ ഒരു സൈഡ് ഹസലായിട്ട് ഫ്രീലാൻസിങ് കൊണ്ടുപോകാം. ഒരുപാട് ആൾക്കാർ പിന്നീട് ഫ്രീലാൻസിങ് കംഫർട്ടബിൾ ആണ്, നോർമൽ റെഗുലർ ജോബിനെക്കാട്ടിയും കംഫർട്ടബിൾ ആണെന്ന് തോന്നുമ്പോൾ ജോബ് റീപ്ലേസ് ചെയ്യാറുണ്ട് ഫ്രീലാൻസിങ് കൊണ്ട്. പക്ഷേ എല്ലാവരും അത് ക്വിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഒരു സൈഡ് ഹസലായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ജോബിനെ റീപ്ലേസ് ചെയ്യുക. എന്താണ് ഫ്രീലാൻസിങ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു സ്പെസിഫിക് കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അവരുടെ ഫുൾ ടൈം എംപ്ലോയി അല്ല, നമ്മളൊരു പ്രൊജക്ട് ബേസിസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ക്ലയൻറ്റ്സ്, നിങ്ങൾ ഏതൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ടൈം ചൂസ് ചെയ്യാം, നിങ്ങൾ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഹാർഡ് വർക്കും കുറച്ച് റിസ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, റിയാലിറ്റീസ് ഓഫ് ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി കുറച്ച് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ഏതാണെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിംഗ് റോൾസിൽ എല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു കമ്പനിക്ക് മാർക്കറ്റിംഗ് റോൾസ് കൂടുതലും ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏത് റോൾസ് ആണെങ്കിലും ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് വളരെ ആവശ്യമുള്ളൊരു സ്കില്ലാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി കോണ്ടന്റ് ക്രിയേഷൻ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല എഡിറ്റേഴ്സിന് എല്ലാവർക്കും ആവശ്യമുണ്ട്. സോ നല്ല സ്കോപ്പുള്ളൊരു സ്കില്ലാണ്. രണ്ടാമത്തെ സൈഡ് ഹസലാണ് ട്യൂട്ടറിങ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാർ കോളേജ് പഠിക്കുന്ന സമയം, കോളേജ് കഴിഞ്ഞും കോളേജിന് മുന്നേ ഒക്കെ ഒരുപാട് ആൾക്കാർ ട്യൂട്ടറിങ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്യൂട്ടറിങ്, അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുമുണ്ട് ട്യൂട്ടറിങ്. ഞാൻ ആദ്യമായിട്ട് ട്യൂട്ടറിങ് ചെയ്തത് കോളേജ് പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഓൺലൈനായിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു. നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവിടെ പോയി രജിസ്റ്റർ ചെയ്യാം. ഒരു ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ട്യൂട്ടറായിട്ട് നമുക്ക് പാർട്ട് ടൈം, ഫുൾ ടൈം ട്യൂട്ടറായിട്ടൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പെർ അവർ ആയിരിക്കും മോസ്റ്റ്ലി നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ Urban Pro, Super Prof, ഹോം ട്യൂട്ടർ സൈറ്റ്, ഇത് മൂന്നുമാണ് ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ യൂസ് ചെയ്തതാണ്. ഇതിനകത്ത് സൂപ്പർ പ്രോഫിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, എൻക്വയറി ഒന്നും വന്നില്ല. Urban Pro എന്ന് എനിക്ക് നല്ലപോലെ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോം ട്യൂട്ടർ സൈറ്റിൽ നിന്നും എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും പെയ്ഡ് ആയിട്ടുള്ള സൈറ്റ്സ് ആയിരുന്നു. അതായത് നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കണം. അത് അറൗണ്ട് ഒരു 500-600 ആ ഒരു റേഞ്ചിൽ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നത് കോയിൻസ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഈ ഒരു എമൗണ്ടിന് സർട്ടൺ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ സർട്ടൺ നമ്പർ ഓഫ് എൻക്വയറീസിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പറോ എന്തെങ്കിലും നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് അതിൽ വിളിച്ച് ചോദിക്കാം. നമുക്ക് അതിനകത്ത് എൻക്വയറി ചെയ്യാം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു എമൗണ്ടിൻ്റെ ആ ഒരു എൻക്വയറി ലിമിറ്റ് തീരുമ്പോൾ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വരും. അത് ഇനി പൈസ കൊടുക്കാൻ ആവശ്യമില്ലാത്തത് ഒരുപാടുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ കേരളത്തിൽ തന്നെ മലയാളികൾ നടത്തുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സും കാര്യങ്ങളും ഒരുപാട് കമ്പനീസൊക്കെ ഉണ്ട്.
അതായത് ഈ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഞാനതിൽ ഒരുപാടൊന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അങ്ങനെയുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസിൽ ഞാൻ ഒരേ ഒരെണ്ണം മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അത് യുവേഴ്സ് ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു അതൊരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ ഒരു 3-4 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ടും ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട്. ലെജിറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഹസിൽ തന്നെയാണ് ട്യൂട്ടർ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി, അക്കാഡമിക് സബ്ജക്ട്സ് മാത്രമല്ല കേട്ടോ നമുക്ക് ട്യൂട്ടറിങ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആർട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുക, യോഗ, അങ്ങനെ എന്ത് സ്കിൽസ് വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ട്യൂട്ടറിംഗ്. അടുത്ത സൈഡ് ഹസിലാണ് വെർച്വൽ അസിസ്റ്റൻസ്. വെർച്വൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടാവും അല്ലെ, അവരുടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ സെയിം കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആവാണ്ട് വെർച്വലി നമുക്ക് അവരെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് വെർച്വൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതലും റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ടാസ്കുകൾ അവർ മാക്സിമം അവർക്ക് ഈ അസിസ്റ്റൻസിന് കൊടുക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്മിൻ വർക്കുകൾ, ഓഫീസ് വർക്കുകൾ, ഇപ്പോൾ മെയിൽ അയക്കുക, മെയിൽ സെൻഡ് ചെയ്യുക, മെയിൽ അയക്കുക, മെയിൽ ചെക്ക് ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സ് സ്കെഡ്യൂൾ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വെർച്വൽ അസിസ്റ്റൻസിൽ വരുന്നത്. ഇത് ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോംസിലും വേക്കൻസീസ് വരാറുണ്ട്, അല്ലാണ്ട് ജോബ് പോർട്ടൽസിലും വേക്കൻസീസ് വരാറുണ്ട്. കൂടുതൽ ഫോറിനേഴ്സിനാണ് നമുക്ക് എൻക്വയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പേയ്മെന്റ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു പെർ അവർ കണക്കിൽ തന്നെയാണ്. പെർ അവർ ഒരു $10 to $12 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. നാലാമത്തെ സൈഡ് ഹസിലാണ് കൺസൾട്ടിങ് ഓർ കോച്ചിങ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്, നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസൾട്ടിങ് അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്നത്. കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ കൂടുതലും ബ്രാൻഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ വലിയ ബിസിനസ് അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും. കോച്ചിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു ബ്രാൻഡ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിനെ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യാനും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടിങ് ചെയ്യാവുന്നതാണ്. കോച്ചിങ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ കാര്യം തന്നെയാണ്, പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. കോച്ചിങ് എന്ന് പറയുമ്പോൾ പിന്നെ ഒറ്റ സെഷനിൽ തീർക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഒറ്റ സെഷനിൽ ഉള്ളതുകൊണ്ട് പക്ഷെ കൂടുതലും കോച്ചിങ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ് ആയിട്ടായിരിക്കും. അപ്പോൾ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളിപ്പോൾ വൺ ഓൺ വൺ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു പേഴ്സൺ ബാൻഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് എത്ര എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലും ആൾക്കാർ അറിയണം നിങ്ങൾക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ട്, നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നുള്ളത് ആൾക്കാർ അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കൺസൾട്ടിങ്ങും കോച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പേഴ്സൺ ബാൻഡ് ബിൽഡ് ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ 4 സൈഡ് ഹസൽസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാസീവ് ഇൻകത്തിലേക്ക് പോവാം. ആദ്യത്തെ പാസീവ് ഇൻകം ഡിജിറ്റൽ പ്രൊഡക്ട്സ്. ഇ ബുക്സ് ആവാം, ടെംപ്ലേറ്റ്സ് ആവാം, എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആവാം, ഇതൊക്കെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. ഇ ബുക്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇ ബുക്സ് ക്രിയേറ്റ് ചെയ്യാം, പെയ്ഡ് ആയിട്ട് അത് ആവശ്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഡിസൈനേഴ്സിനായിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അവർ പ്രിപ്പയർ ചെയ്ത ടെംപ്ലേറ്റ്സ് അവർ പേയ്മെൻറ്റ് വെച്ചിട്ട് നിൽക്കാം. ഇനി ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ അടുത്ത പാസീവ് ഇൻകം കൂടെ പറഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാസീവ് ഇൻകം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എപ്പോഴും പാസീവ് ഇൻകത്തിൻ്റെ ഒരു മെയിൻ സോഴ്സാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ അഫിലിയേറ്റ് പ്രോഗ്രാംസിൽ എന്താ നടക്കുന്നത് പറഞ്ഞാൽ നമ്മളൊരു അഫിലിയേറ്റ് ആവുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന് ഒരു പെർട്ടിക്കുലർ ലിങ്ക്, ഒരു സ്പെസിഫിക് ലിങ്ക് നമുക്കായിട്ട് മാത്രമേ ഉണ്ടാവും. ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ആര് ഈ പ്രോഡക്റ്റ് വാങ്ങിയാലും അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ. ഇനി ഞാൻ പറയാനുള്ള കാര്യം പറയാം. ഡിജിറ്റൽ പ്രൊഡക്ട്സിലാണെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും രണ്ടും പാസീവ് ആയിട്ടുള്ള ഇൻകം തന്നെയാണ്. വൺസ് നമ്മൾ ആദ്യത്തെ ആ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ ആദ്യം ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ വാങ്ങിക്കും തോറും നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. അഫിലിയേറ്റ് ആണെങ്കിലും ലിങ്ക് പ്രിപ്പയർ ചെയ്ത് ലിങ്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ എത്ര പേര് ആ ലിങ്ക് കാണുന്നു, എത്ര പേര് ആ ലിങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അപ്പോൾ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ്ലീഡിംഗ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ഒരുപാട് സ്കാംസ് ഉണ്ട്. ആ ഒരു സ്കാമിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കാനാണ് ഇത് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും ഡിജിറ്റൽ പ്രൊഡക്ട്സ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ഓഡിയൻസ് ആണ്. ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളൊരു ലിങ്ക് നിങ്ങളുടെ ഇപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ സേ നിങ്ങൾക്ക് ഒരു 500 കോൺടാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ 1000 കോൺടാക്ട്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഒരു 1000 ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ലിങ്ക് ആയിട്ടോ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടോ നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിൽ എത്ര പേര് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? വളരെ കുറവായിരിക്കും അല്ലേ? നമുക്കതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി നിങ്ങൾക്കൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഈ ഓഡിയൻസിന് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്
കൊടുക്കുന്നത്, അവർ വാങ്ങിക്കാനുള്ള സാധ്യതയുള്ള പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ ലിങ്കായിട്ട് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും അവിടെ ചാൻസസ് കൂടുതലാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൾക്കാർ വാങ്ങിക്കും, നമുക്ക് കമ്മീഷൻ കിട്ടും, നല്ല പൈസ കിട്ടും, അതുള്ള കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് നമ്മളൊന്നും ചെയ്യാണ്ട് നമ്മൾ ഈ ലിങ്ക് മാത്രം കൊടുത്തിട്ട് നമുക്ക് പൈസ കിട്ടുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കുക. ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്തെടുക്കുക. അതായത് ഒരു നീഷിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു നീഷ് ഇഷ്ടപ്പെടുന്ന ആ ഒരു നീഷിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ, പേഴ്സണൽ ബ്രാൻഡിങ്, ലിങ്ക്ഡിൻ, ഫ്രീലാൻസിങ്, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പേജിലൂടെ സംസാരിക്കുന്ന ടോപ്പിക്സ്. അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഒബ്വിയസ്ലി എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ടെംപ്ലേറ്റ്സ്, ഇപ്പോൾ നോഷൻ ടെംപ്ലേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ്, സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ഞാൻ അഫിലിയേറ്റ് ആയിട്ട് ലിങ്ക് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ കൂടുതൽ ചാൻസസ് ആണ് കൂടുതൽ ആൾക്കാർ മേടിക്കും എന്നുള്ളത്. ഓഡിയൻസിന് ആവശ്യമുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇതിൻ്റെ എന്തെങ്കിലും ലിങ്കാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഞാൻ എൻ്റെ പേജിൽ അങ്ങനത്തെ ഇപ്പോൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് അങ്ങനെ ഇടാറില്ല. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ആൾക്കാർ വളരെ കുറവായിരിക്കും. കൂടുതൽ ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾറെഡി അവർക്കറിയാം ഇന്ന പെർട്ടിക്കുലർ നീഷിലാണ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാസീവ് ഇൻകം ആണ് യൂട്യൂബ് ചാനൽ. ഗൈസ്, എവ്രിബഡി ഈസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നൗ. സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഞാനും ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി പാസീവ് ഇൻകം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആക്റ്റീവായിട്ട് കുറച്ച് എഫേർട്ടും വേണം. ഒരു കോമ്പിനേഷൻ ഓഫ് സൈഡ് ഹസിൽ ആൻഡ് പാസീവ് ഇൻകം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആദ്യം നമ്മൾ ഇൻകം എക്സ്പെക്ട് ചെയ്ത് ചെയ്ത് ആക്റ്റീവായിട്ട് വളരെയധികം എഫേർട്ടും ടൈമും നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു സൈഡ് ഹസിലായിട്ട് നമ്മൾ എന്തായാലും, നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ് ഹസിലിൻ്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. വൺസ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ആക്റ്റീവായിട്ട് ഇൻവോൾവ്മെന്റ് വെച്ച് നമ്മുടെ ടൈമും എഫേർട്ടും ഇട്ട് നമ്മൾ എടുത്ത വീഡിയോസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ് ഹസലിന്റെ ഡെഫിനിഷൻ വെച്ച് നമ്മൾ എടുത്ത വീഡിയോസിന് വ്യൂസ് കൂടും തോറും നമുക്ക് ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ആദ്യത്തെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് കാരണം നമുക്ക് ഇപ്പോഴും പാസീവ് ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പാസീവ് ഇൻകം തന്നെയാണ്. യൂട്യൂബ് ചാനലിൻ്റെയും കോണ്ടന്റ് ക്രിയേഷൻ്റെ വീഡിയോസ് എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇടും. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ലോങ് ടേം ഗെയിമാണ് യൂട്യൂബ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് യൂട്യൂബ്. നിങ്ങളിടുന്ന എഫേർട്ടിന് എന്തായാലും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻ ദിസ് എറ കോണ്ടന്റ് ക്രിയേഷൻ ആണ് എവ്രിതിങ്. ട്രസ്റ്റ് മീ ഗൈസ്, എവ്രിതിങ്. പല തരത്തിലുള്ള യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് പല ടോപ്പിക്സിൽ, പല നീഷസിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണെങ്കിൽ കൂടുതലും വ്ളോഗ്, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ അങ്ങനത്തെ കൂടുതൽ എടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ടൈപ്പ് ആണെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നീഷൊക്കെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്ത് നീഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യം ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് അറിയില്ലേ? അപ്പോൾ അത് നമുക്ക് റിവീൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഈ വീഡിയോ തൊട്ട് ഞാൻ ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസിലും, എൻ്റെ വ്ളോഗ് അല്ലാത്ത എല്ലാ വീഡിയോസിലും, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അല്ലാത്ത എല്ലാ ലോങ് യൂട്യൂബ് വീഡിയോസിലും, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കോണ്ടന്റ് കൊടുക്കുന്ന വീഡിയോസിലും ലാസ്റ്റ് ജസ്റ്റ് ഒരു 2 minute സെഷൻ, നമുക്ക് ഹോം വർക്ക് സെഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അപ്പോൾ സ്പോട്ടിൽ ആക്ഷനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരും. സോ നിങ്ങൾക്ക് ഏതർ അത് കമന്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് എഴുതി വെച്ചാലും മതി. മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും നിങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിട്ട് ഇരിക്കാനും അത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് സെഷനിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 4 സൈഡ് ഹസൽസും 3 പാസീവ് ഇൻകവും പറഞ്ഞു. ഇതിനകത്ത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ട്രൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ, അല്ലെ ഇതിനകത്ത് ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ഏതൊക്കെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ യു ഹാവ് ടു ബിൽഡ് എൻ ഓഡിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, ഓക്കെ ഇപ്പോൾ എനിക്ക് ഓഡിയൻസ് ഇല്ല, പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ഡു ദിസ്, ഏതാ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പക്ഷേ അതിനകത്ത് വാട്ട് ഐ ഹാവ് ടു ഡു ഈസ്
ടു ബിൽഡ് ആൻ ഓഡിയൻസ്. ജസ്റ്റ് നിങ്ങൾക്ക് അത്രയും വേണം. അത് നിങ്ങൾക്ക് ഈ 7 കാര്യങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമന്റ് ഡൗൺ. കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിഫിക്കൽട്ടി എന്നുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാം. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓൾറെഡി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, അപ്പോൾ അവർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഈ കമന്റ്സ് വായിക്കുന്നത്, ഞാനിപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വായിക്കുന്ന ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. വെൽക്കം ഓൾ ഓഫ് യു ടു മൈ കമന്റ് സെക്ഷൻ. ഇനി ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.